എങ്ങനെയുണ്ടായിരുന്നു എറണാകുളം ട്രിപ്പ്? എറണാകുളം ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്തു. പക്ഷെ സത്യം പറഞ്ഞാൽ ഫുള്ള് പണിയോട് പണിയായിരുന്നു ഈ റൈഡ്. പോയ വഴിക്ക് 2 പ്രാവശ്യം പഞ്ചർ കിട്ടി. അടിപൊളി. പുതിയ ട്യൂബ്? നമ്മള് രാത്രി ട്യൂബ് മാറിയിട്ടിട്ട് പോയില്ലേ, അത് പോയ വഴിക്ക് പഞ്ചറായി. അത് മാറ്റിയിട്ടതും പഞ്ചറായി. പിന്നെ കാറ്റടിച്ച് അങ്ങ് പോയി. തിരിച്ചു വന്നപ്പോൾ ഫുഡ് പണി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് സൈക്കിളിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, ലോക്ക് താഴ്ചടിപ്പോയി. അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറി ചതഞ്ഞ് പപ്പളായി. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കിട്ടാൻ ലേറ്റായി. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. ഫുൾ ഒരു രക്ഷയില്ലാത്ത പണികളായിരുന്നു ഈ റൈഡ്. അപ്പൊ ചുരുക്കം പറഞ്ഞ സിറ്റിയിലേക്കുള്ള യാത്ര അങ്ങനെയില്ല. ശരിക്കും നമ്മൾ ഈ കാടും മലയൊക്കെ കയറി നടന്നിട്ട് ഈ ടൗണിലോട്ട് റൈഡ് ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക ഫീലുണ്ട്, ഒരു വെറൈറ്റി ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സോളോ റൈഡ് എന്ന് പറയാം. കാരണം ഞാനിവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആലപ്പുഴയിൽ നിന്ന് ഷകല് നേരെ എറണാകുളത്തിന് വരും. ഞാനിവിടെ നേരെ എറണാകുളത്തിന് പോകും. അവിടെ വെച്ച് മീറ്റ് ചെയ്യാം, എന്നിട്ട് ഫോട്ടോ വെച്ച് പോകാന്ന് പ്ലാൻ ഇട്ടത്. എന്നിട്ട് സർപ്രൈസ്. മൂവാറ്റുപുഴ ഫുള്ള് ആ റോഡ് പണി പറഞ്ഞേ, ഫുള്ള് ചെളി. ശരിക്കും കണ്ടത്തിക്കടെ ചടിച്ചു പോകണ പോലെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വെയിലുണ്ടല്ലോ. ഒരു കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. വലിയ ചൂടുമില്ല, ഇടയ്ക്ക് മഴയും കിട്ടിയിട്ടോ. അതാണോ ചെളിയായി പോയത്? അല്ല, ഓൾറെഡി ഇവിടെ മഴ നനഞ്ഞ് വെള്ളം കിടക്കുമായിരുന്നു. ചുരുക്കം പറഞ്ഞ പണിയോടെ പണി, മൊത്തം പണിയായിരുന്നു. ഈ വഴിയൊക്കെ കാറ്റടിച്ച് പോവായിരുന്നു. 2 ട്യൂബും പഞ്ചറായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഓപ്ഷനില്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ചെളിയായിട്ടെ എവിടെയെങ്കിലും കഴിക്കാൻ കയറാൻ പോലും പറ്റില്ലല്ലോ, അമ്മാതിരി ചെളി. എന്താ പറയുക, ജേഴ്സിയൊക്കെ ഊരി കഴുകി, സൈക്കിളും ഫുള്ള് കഴുകിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ കയറുന്നത്. അപ്പം തന്നെ 10:30 അത് കഴിഞ്ഞ് അവിടെ ഒരു സൈക്കിൾ കട ഉണ്ട്. അപ്പം ആദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടയർ കട ഉണ്ടല്ലോ, ടയർ കട ചോദിച്ചപ്പം അവിടെ സൈക്കിളിൻ്റെ പഞ്ചർ ഒട്ടിക്കില്ല, സൈക്കിൾ കട ചോദിക്കാൻ പറഞ്ഞു. പുള്ളി പിന്നെ അടിപൊളിയായിട്ട് എല്ലാം കിടലിനായിട്ട് ചെയ്തു കേട്ടോ. ഇതുണ്ടോ, ഈ കാണുന്ന സാധനമാണ്, ചെറിയൊരു മുള്ളു പോലെ ഉള്ളു, അതാ കയറിയിരുന്നത്. ഇങ്ങനെ പഞ്ചറൊക്കെ ഒട്ടിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ കിഡിലും മഴ. പിന്നെ മഴ നമുക്കുള്ള ആവേശമാണല്ലോ, അതുകൊണ്ട് മഴയത്തങ്ങ് ഇറങ്ങി. ഷഹല ഓൾറെഡി ഡെക്കാത്തലോണിൽ എത്തിയപ്പോൾ പിന്നെ പുത്തൻകുരിശ് എത്തി. ഇവിടെ തൊട്ടങ്ങ് ഏകദേശം ബ്ലോക്ക് തുടങ്ങി. ശരി പറഞ്ഞ സാധാരണ തിരുവാങ്കുളം എത്തുമ്പോഴല്ലേ ബ്ലോക്ക് കിട്ടുന്നത്. ഫുള്ള് ബ്ലോക്കായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം അടുത്ത പണി ക്യാമറയുടെ ഗോപ്രോയുടെ ഹോൾഡിങ് ഉണ്ടല്ലോ, സൈക്കിളിൽ ഹോൾഡ് ചെയ്തേക്കണേ, ആ ക്ലിപ്പ് ലൂസായിട്ട് നേരെ താഴേക്ക് പോയി. അയ്യോ, ഭാഗ്യത്തിന് ക്യാമറ താഴെ പോയില്ല. പിന്നെ ടൂൾ കിറ്റ് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അതെല്ലാം ഊരി, ഒരു റിഫ്ലക്ടർ ലൈറ്റ് ഉണ്ടായിരുന്നു, അത് ഊരി പിന്നെ ഗോപ്രോയുടെ ക്ലിപ്പ് ഇപ്പുറത്ത് കയറ്റി റിഫ്ലക്ടർ ലൈറ്റും കൂടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങനെ അത് പോയി 1.5 മണിക്കൂർ. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇച്ചിരി സ്ഥലം മതി നമുക്ക് കയറിപ്പോവാൻ. ഇതുപോലെ ചുമ്മാ അങ്ങ് കയറി പോവാം. എന്നിട്ടും കുറെ ബ്ലോക്കിൽ കിടക്കേണ്ടി വരുന്നു കേട്ടോ. നടന്നു പോകുമ്പോഴും ഗ്യാപ്പില്ലാത്ത പോലെ ബ്ലോക്കായിരുന്നു. പിന്നെ എറണാകുളം എത്തിയപ്പോഴത്തേനും മഴയൊക്കെ മാറി ഫുൾ വെയിലടിയാൻ തുടങ്ങി. ചൂടുണ്ടായിരുന്നു? വലിയ ചൂടില്ലായിരുന്നു. ഉച്ചയായപ്പം അത്യാവശ്യം കുറച്ച് ചൂടുണ്ടായിരുന്നു. ശരിക്കും ഈ പോലീസുകാരൊക്കെ സമ്മതിക്കണല്ലേ, നല്ല വെയിലാണെങ്കിലും മഴയാണെങ്കിലും. എനിക്ക് തോന്നുന്നു ലുലുവിൽ എന്തോ ഓഫർ സെയിൽ പോകുന്നുണ്ടല്ലേ, അതുകൊണ്ടാണോന്നറിയില്ല. ഫുൾ എല്ലായിടത്തും ബ്ലോക്ക്. പിന്നെ വീക്കെൻഡും ആണല്ലോ, 50% ഓഫിന്റെ എന്തോ സെയിൽ ഉണ്ടായിരുന്നു.
ശരിക്കും മെട്രോയുടെ ആ പില്ലേഴ്സും ആ മെട്രോയുടെ ആ പാലം പോലെ പോകുന്നത് നല്ല രസമല്ല അത് കാണാൻ. അതെ. കോമറ്റ് കാണുമ്പോൾ മറ്റേ ഒരു കോമഡി റീല് വന്നില്ലായിരുന്നു, ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അതാ ഓർമ്മ വരുന്നത്. ഇതെന്നാ? അവിടുത്തെ എന്തോ കൺസ്ട്രക്ഷൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടല്ലോ. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഫുട്പാത്തിൽ കൂടെ ഒക്കെ ചാടിച്ച് അങ്ങനെ പോകുമായിരുന്നു. സൊമാറ്റോ ചേട്ടൻ പോണുണ്ടോ? ശരിക്കും അങ്ങനെ പോയാലേ ഇവിടുത്തെ ബ്ലോക്കിൽ എങ്ങനെയും പോകാൻ പറ്റുള്ളൂ. വൈറ്റില ഡെക്കാത്തലോണാണ് ഷാൽജട്ടായി വെയിറ്റ് ചെയ്യുന്നത്. ആ അവിടുന്ന് ഷഹലിനെ കൂട്ടി റൈഡ് ഈ എടപ്പള്ളി പാലാരോട്ട് ആ റൂട്ടിൽ ഏതോ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ എന്താ വെറൈറ്റി ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പോകണം നോക്കാം. അവിടെ എത്തിയപ്പോഴത്തേക്ക് എത്ര സമയം എടുത്തായിരുന്നു? വൈറ്റിലെത്തിയപ്പോൾ 12:30 തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പണി കിട്ടിയില്ലോ. 5:30 ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ പോക്കറ്റ് റോഡിലോട്ട് ഇറങ്ങി. പോക്കറ്റ് റോഡ് ഫുള്ള് ബ്ലോക്ക്. ആ സൈഡ് കണ്ടോ, ഇത് അങ്ങ് എടപ്പള്ളി സിഗ്നൽ വരെ ഇങ്ങനെ തന്നെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ ഫുള്ള് ചാടി പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെച്ചിട്ടാ ലോക്ക് ചാടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ചാടിയത് കണ്ടില്ല. ആ റെസ്റ്റോറൻറ്റ് കയറി കഴിക്കാൻ വേണ്ടി നിന്നിട്ട് വലിയ സൈക്കിൾ ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ലോക്ക് കാണാനില്ല. പിന്നെ ആണെങ്കിൽ വിശന്നിട്ടോ രക്ഷയില്ല. ലോക്ക് പോയാലും കുഴപ്പമില്ല, കഴിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പം റോഡിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു 2-3 വണ്ടിയെങ്കിലും കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തി, നമ്മുടെ ക്വീൻസ് വാക്ക് വേ. ഷാറോണിനെ വിളിച്ചു വരുന്ന വഴി. ഇവിടെ അടുത്താണല്ലോ ഷാറോണിൻ്റെ വീട്. അങ്ങനെ അവനെയും കാണാൻ പറ്റി. ഒരാൾ ഓപ്പൺ ജിമ്മിൽ കയറി കളിക്കാം. ഷാൽജേട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ട്രിപ്പ്? ഷാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ആകെ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയതിൻ്റെ ഒരു പോസ്റ്റ് അടിച്ചിരുന്നുണ്ട്. പിന്നെ ഷാറോൺ ടെസ്റ്റ് റൈഡ് എടുക്കാൻ തുടങ്ങി 2 സൈക്കിളും. ഷഹലും എൻ്റെ സൈക്കിൾ ഓടിച്ച് നോക്കിയില്ലായിരുന്നല്ലോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓടിച്ചിട്ട്. അങ്ങനെ അവിടെ നിന്നൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വരുന്നു. അധികം നേരം നിന്നില്ല, കാരണം തിരിച്ചൊത്തിരി രാത്രി ആണതിന് മുമ്പ് എത്തണമല്ലോ. ഷഹലിന് ചവിട്ടി ആലപ്പുഴ എത്തണം, നമുക്ക് എനിക്കാണെങ്കിൽ ചവിട്ടി തൊടുപുഴ വരണം. പിന്നെ 2 പേര് 2 റൂട്ടായതുകൊണ്ട് കമ്പനി ആരുമില്ലല്ലോ. ശരിക്കും സോളോ ട്രിപ്പ് പോലെയായിരുന്നു. അവരൊരു കിഡിലൻ സൈക്ലിംഗ് പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ ഈ വഴി കൂടെ കുറച്ചങ്ങ് റൈഡ് ചെയ്ത് പോയി. അതിന് ചുമ്മാ സൈഡിൽ നോക്കിയപ്പം സൈക്കിളിൻ്റെ ഒരു ഇത് വെച്ചേക്കണം, ഒരു സിമ്പിൾ വെച്ചേക്കണം. പക്ഷെ അധികം ആരും യൂസ് ചെയ്യണില്ലെന്ന് തോന്നുന്നു. ആ ട്രാക്കിലൊക്കെ 2 വീലർ ആയിട്ട് വെച്ചേക്കും.
ഇവിടെ ഇതുപോലത്തെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് കിട്ടും. ഫുഡീസിന് പറ്റിയ സ്ഥലം. ഈവനിങ് ആണെങ്കിലും നൈറ്റൊക്കെ ഓപ്പൺ ആകാൻ തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും നാളും കാണുന്ന സ്ഥലം ഫുള്ള് കാടും മലയും, ഇപ്പൊ ഫുൾ ഫ്ലാറ്റ്സ്? അതൊന്നും എല്ലാം ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ്. ഹൈക്കോർട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡിൽ കൂടെ പോയത്. ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേനെ ട്രാഫിക് അങ്ങ് ഭയങ്കരമായിട്ട് കൂടി. അതിൻ്റെ ഇടയ്ക്ക് 2-3 ആംബുലൻസുകൾ, ശരിക്കും പറഞ്ഞാൽ ഒരു ആംബുലൻസ് വന്നിട്ട് അവിടെ വെറുതെ ഇങ്ങനെ പോകാൻ സ്ഥലമില്ലാണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങളൊന്ന് ചില സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഫുട്പാത്തിൽ കൂടെ ഒക്കെ കയറ്റി പോകാൻ തുടങ്ങി. വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കി പതുക്കെ പോകാമല്ലോ. ഇവിടെ ഒരു പണി കിട്ടി, കറക്റ്റ് അവിടെ വഴി തീർന്നു പോയി. ക്ലൗഡ്സ് നല്ല രസമല്ലേ. ഇവിടുന്ന് ഷഹല അങ്ങോട്ട് തിരിഞ്ഞു, ഡെക്കത്തലോണ്ട് ആ വഴിക്ക് തന്നെ കയറിയിട്ട് ആലപ്പുഴ റോഡിലോട്ട് ഇറങ്ങുവാണ്. ഫുള്ളായിട്ട് സോളാറിൽ വർക്ക് ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോക്കിൽ പോടെ ഇടയ്ക്കവിടെ കയറി അങ്ങ് പോയി. ഒരിക്കലും ഇല്ലാത്തല്ല നമ്മുടെ കോലഞ്ചേരിയിൽ തിരിച്ചു വന്നപ്പോൾ അവിടെയും ബ്ലോക്ക്. അങ്ങനെ വീഡിയോ ഇവിടെ തീർന്നു. എന്തായാലും കുറേ പണികൾ കിട്ടിയ റൈഡായിരുന്നു. എന്നാലും 160 കിലോമീറ്റർ പ്ലസ് റൈഡ് ചെയ്തു. രസമായിരുന്നു ശരിക്കും പറഞ്ഞാലേ. ട്രാഫിക്കിൽ നമ്മൾ പോയിട്ട് കാറും കൊണ്ട് പോകുമ്പോൾ ട്രാഫിക്കിൽ ഇങ്ങനെ പെട്ട് നിൽക്കുമല്ലോ. ഇതുവരെ കുറേ ആൾക്കാർ പെട്ട് നിൽക്കുമ്പോൾ കാര്യം പാവം തോന്നും. പക്ഷെ നമ്മൾ കയറി പോകുമ്പോൾ ഒരു സന്തോഷം.